പുന്നത്തറ സെന്റ് തോമസ് പഴയപള്ളിയുടെ ചതുർശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സമർപ്പിത സംഗമം നടന്നു. ഇടവകയിൽ നിന്നും സേവനം ചെയ്യുന്ന വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും മുൻകാലങ്ങളിൽ ഇടവകയിൽ സേവനം ചെയ്ത വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും സംഗമമാണ് സംഘടിപ്പിച്ചത്. ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിക്ക് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജോയി കാളവേലിൽ, ഫാദർ ലൂക്ക് കടവൽപുരയിൽ, ഫാദർ അലക്സ് ആക്കപ്പറമ്പിൽ, ഫാദർ ജോജി പുളിയമാക്കൽ എന്നിവർ കാർമുകിത്വം വഹിച്ചു. തുടർന്ന് ദേവാലയത്തിൽ നടന്ന സംഗമത്തിൽ മുൻ വികാരിമാരായ ഫാദർ ജേക്കബ് വാലേൽ, ഫാദർ ജോസഫ് കിഴങ്ങാട്ട്, ഫാദർ അലക്സ് ആക്കപ്പറമ്പിൽ, ഫാദർ ജെയിംസ് പൊങ്ങാര എന്നിവരടക്കം 100ഓളം സമർപ്പിതർ പങ്കെടുത്തു. പുന്നത്തറ പള്ളി വികാരി ഫാദർ ജെയിംസ് ചെരുവിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജേക്കബ് വാലേൽ, സിസ്റ്റർ ജിയോ SVM, ബിനു പല്ലോന്നിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് സച്ചാറ നന്ദി അർപ്പിച്ചു. പുന്നത്തറ പഴയപള്ളി അതിന്റെ ചതുർശതാബ്ദി ആഘോഷിക്കുമ്പോൾ ചതുർശതാബ്ദിയുടെ ഭാഗമായി ഇവിടെ സമർപ്പിത സംഗമം നടക്കുമ്പോൾ പുന്നത്തറ ഇടവകക്കാരായ ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും അതുപോലെ തന്നെ ഇവിടെ സേവനം ചെയ്തിട്ടുള്ള വൈദികരും സിസ്റ്റേഴ്സും എല്ലാം നമ്മളൊപ്പം ഇവിടെയുണ്ട്. ഒരു ഇടവക സമൂഹത്തിന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് പിന്നിൽ ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും നൽകുന്ന സംഭാവനകൾ വളരെ വലുതാണ്. കഴിഞ്ഞ 400 വർഷത്തിൽ ഈ പുന്നത്തറയ്ക്കും ഈ പുന്നത്തറ ഇടവകയ്ക്കും ഈ ദേശത്തെ ആകെ ഉണ്ടായിട്ടുള്ള വളർച്ചയ്ക്ക് പിന്നിൽ ഇവിടെ സേവനം ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദികരുടെ മുൻ വികാരിമാരുടെ ദീർഘവീക്ഷണവും കഠിനാധ്വാനവും ഇച്ഛാശക്തിയും ആത്മസമർപ്പണവും ഒക്കെ ആർക്കും നിഷേധിക്കാനാവാത്തതാണ്. തീക്ഷ്ണതയോടുകൂടി ഈ പരിപാടി നല്ല രീതിയിൽ നടത്തുവാനായി പരിശ്രമിച്ചിരിക്കുന്ന പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങളെ എല്ലാവരെയും പ്രത്യേകമായി നന്ദിയോടെ ഓർക്കുന്നു. ഈ ദേവാലയത്തിന് ഒരു ഹൃദയമുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ആ ഹൃദയം ഇന്ന് സന്തോഷത്താൽ സ്നേഹത്താൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെയുള്ള വൈദികരും സെന്റിസ്റ്ററും എല്ലാം തീർച്ചയായും ഈ ദേവാലയത്തിൽ ഒന്നെങ്കിൽ ശുശ്രൂഷ ചെയ്ത് സ്തുത്യർഹമായ ദൈവത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ വേല ചെയ്ത വ്യക്തികളാണ്, അല്ലെങ്കിൽ ഈ ദേവാലയത്തിന് ഈ ലോകത്തിലേക്ക് നൽകുവാൻ പറ്റിയ ഉത്തമമായ മക്കളാണ് ദൈവബലി സ്വീകരിച്ച് നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളും. ചതുർശതാബ്ദി ആഘോഷിക്കുമ്പോൾ ഇവിടെ പുന്നത്തറയുടെ സ്വന്തം മക്കളും ഇവിടെ സേവനം ചെയ്ത് കടന്നുപോയ മക്കളുമെല്ലാം സമർപ്പിത മക്കളുമെല്ലാം ഒന്നുചേരുന്ന ദിനമാണ്. ഈ ദിനം നമ്മുടെ ഓരോരുത്തരുടെയും സ്മരണയിൽ എന്നും നിലനിൽക്കുന്നതും തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടേണ്ടതുമായ ഒരു കാര്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നമ്മുടെ ദേവാലയവുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്നുവല്ലോ. ഇവിടെ 400 വർഷക്കാലം ശുശ്രൂഷ ചെയ്ത നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട വൈദികരുടെയും സന്യസ്തരുടെയും ജീവിതം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ദൈവവിളിക്ക് കാരണമായിട്ടുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ് ഈ അവസരത്തിൽ. അവരെ ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യുന്നു. മാർ തോമസ് ലീഹായുടെ അനുഗ്രഹ ആശീസ്സുകളാൽ ധാരാളം നല്ല ദൈവവിളികൾ ഇന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വളരെ വിശ്വസ്തയോടെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന, ദൈവത്തെ പകർന്നു കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാര് ഉണ്ട്. അവരെ എല്ലാവരെയും ഓർമ്മിക്കുമ്പോൾ ഏറെ അഭിമാനവും സന്തോഷവും ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഈ അവസരത്തില് പുന്നത്തറക്കാരുടെ ഒരു വലിയ ബലമാണ്, ഹരമാണ്, സന്തോഷമാണ് മാർ തോമസ് ലീഹ. നമുക്ക് അവരോടുകൂടി പോയി മരിക്കാം എന്ന് ധീരമായി പ്രസ്താവിച്ച മാർ തോമസ് ലീഹയാണ് പുന്നത്തറക്കാരുടെ നേട്ടങ്ങളുടെയും ഉയർച്ചയുടെയും എല്ലാ കാരണമെന്ന് നമ്മുടെ പൂർവികരെല്ലാം വിശ്വസിച്ചു പോരുന്നതാണ്. അവര് ഇവിടെ ഇടയായി. അപ്പൊ നിങ്ങളെ ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ അനുമോദിക്കാൻ, പ്രത്യേകിച്ച് പുന്നത്തറയിലെ സമർപ്പിതരുടെ പ്രതിനിധി എന്ന നിലയിൽ എല്ലാവർക്കും വേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇനിയും ധാരാളം
നല്ല ദൈവവിളികളാൽ നമ്മുടെ ഈ ഇടവക ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജൂബിലി ആഘോഷിക്കുന്നുണ്ട്. ചെറുതറേശ്വരും അതുപോലെ പല്ലോദേശനും ഒക്കെ ജൂബിലി വർഷം ആഘോഷിച്ചവരാണ്. അപ്പം ഇതോടെ ഇത് പലതരത്തിലുള്ള ആഘോഷങ്ങളോടെ കടന്നു പോകുന്ന വർഷം തന്നെയാണ്. ഒത്തിരിയേറെ ഉന്നതമായിട്ടുള്ള മണ്ഡലങ്ങളിൽ ജോലി ചെയ്യുന്ന സമർപ്പരിവിടെയുണ്ട്, അച്ഛന്മാരിവിടെയുണ്ട്. നിങ്ങൾ എല്ലാവരെയും ഇത് ദീർഘമായിട്ടുള്ള അവസരമാണ്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തുടർന്നും നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഈ ഇടവകയോടും പ്രവർത്തനങ്ങളോട് ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും നിങ്ങൾ പ്രാർത്ഥന യാചിക്കുകയും ചെയ്യുന്നു. കൂടുതൽ ദീർഘിപ്പിക്കാതെ നിങ്ങളോട് വന്ന് എത്രയേറെ അവസരത്തിൽ എത്രയും ആൾക്കാരെ വരാൻ സാധിക്കാന്ന് പറയുന്നത് അത്ര ഈസിയല്ല. നമ്മുടെ ഈ ചതുർശതാബ്ദിയുടെ ഭാഗമായിട്ട് പല പരിപാടികൾ നമ്മളിവിടെ ആസൂത്രണം ചെയ്യുകയുണ്ടായി. അങ്ങനെയുള്ള ഒരു പരിപാടി മാത്രമായിട്ടല്ല ഈ ഒത്തുചേരലിനെ നമ്മൾ കാണുന്നത്. ഒരു ഇടവകയുടെ 400 വർഷത്തെ ചരിത്ര വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഇടവകയുടെ നാനാവിധമായിട്ടുള്ള പുരോഗതിക്ക്, ആത്മീയ ഭൗതികമായിട്ടുള്ള പുരോഗതിക്ക് കാരണക്കാരായിട്ടുള്ളവര് നിങ്ങൾ ഓരോരുത്തരുമാണ്. പലതരത്തിലുള്ള സേവനങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ വർഷമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ ഉള്ളവരെക്കാൾ കൂടുതലായിട്ട് ഒത്തിരിയേറെ പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ഇവിടെ നിങ്ങൾക്ക് എല്ലാവരും. ഇവിടെ ആത്മീയവും ഭൗതികമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി അശ്രാന്തം പരിശ്രമിച്ച്, അതുകൊണ്ട് തന്നെ ഇതുവരെ ഒരു പരിപാടിയല്ല, നേരെ മറിച്ച് നിങ്ങൾ പ്രവർത്തനങ്ങളെ ഈ ഇടവക ഓർക്കുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഓർമ്മകൾ പ്രാർത്ഥന നിങ്ങളുണ്ട് എന്ന് ഓർമ്മിക്കുവാൻ വേണ്ടിയാണ് ഈ സംരംഭം ഇവിടെ ചേർന്നിരിക്കുന്നത്. ഈ ശതാബ്ദി വർഷത്തില്, ചതുർശതാബ്ദി വർഷത്തില് ആരംഭം മുതൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിലും പല കാരണങ്ങളാലും മന്ദിട്ട് പോയി. ഞാൻ ഈ പരിപാടിക്ക് ഏറ്റവും കൂടുതലായിട്ട് ആശ്രയിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രേസിനെയാണ്. അച്ഛനാണ് നിങ്ങളുടെ സാരഥി എന്ന് പറയുന്നത്, ഇവിടുത്തെ സമർപ്പണങ്ങളുടെ ഇവിടുന്ന് നോക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത് അഭിമാനവും സന്തോഷവും കൊണ്ടു നിൽക്കുന്നതായ സുന്ദരങ്ങളായിട്ടുള്ള മുഖങ്ങളാണ്. കാരണം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തില് പുനതയുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഇവിടെയുള്ള കാണുന്നത് എല്ലാവരും. പുനതന എന്ന് പറയുമ്പോൾ 4 നൂറ്റാണ്ടിൻ്റെതായ ചരിത്രവും പാരമ്പര്യമുള്ളതായ ഒരു മഹായിടവകയാണ്. ആ ഇടവകയെ സംയുക്തനായ ദൈവം പരിപാലിച്ചുകൊണ്ട് പോകുന്നു. അതിന്റെ ഫലമായിട്ട് ഇത്രയും സുന്ദരമായിട്ടുള്ള നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ഇതുപോലെ സുന്ദരമായ ഒരു ദൈവാലയത്തില് നമുക്ക് കൂടുതൽ സാധിച്ചു. ഇതിന്റെ ചരിത്രം നോക്കുമ്പോഴേക്ക് എല്ലാ വിനീതൻ്റെതായിട്ടുള്ള വഴികളിലൂടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. ഓരോ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ളതായിട്ടുള്ളവർ പ്രത്യേകിച്ച് സംരക്ഷകനായ ദൈവത്തിന് നന്ദി പറയുകയാണ്. ആ നന്ദിയുടെ ബന്ധം കൂടിയാണ് ഇവിടെ ഒരുമിച്ചുകൂടിയിരിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകയിൽ മധ്യസ്ഥനായിട്ടുള്ള തോമസ് ലീഗ എന്ന് പറയുമ്പോൾ ഒരു ധീരനായിട്ടുള്ള ഒരു അപസ്വരനായിരുന്നു. കാരണം ഞാൻ ചിന്തിക്കുകയായിരുന്നു, അതായത് കർത്താവിന്റെ മഠത്തിന് ശേഷം സ്ത്രീകാരന്മാരും ഭയപ്പെട്ട് ഒരിക്കൽ മാതാവിന്റെ ചുറ്റും കൂടിയിരിക്കുന്ന അവസരത്തില് തോമസ് ലീഗ അയാൾ പുറത്തിറങ്ങി എന്തെല്ലാം പിടിച്ചുകൊണ്ട് നടന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഒരു അപസ്വരൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിന്നിൽ നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെയുള്ള മധ്യസ്ഥം ഉണ്ടായിരിക്കെ സുരക്ഷിതമായിട്ട് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകാൻ സാധിക്കുകയാണ്. അതോടൊപ്പം ഈ ഇടവകയിൽപ്പെട്ട് നമ്മുടെ കാരണവന്മാര് ഈ പഴയ കാലത്ത് ഇതുപോലുള്ള സൗകര്യമൊന്നുമില്ലാത്ത കാലഘട്ടമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തില് ധൈര്യമായിട്ട് സന്തോഷമായിട്ട് ആത്മാർത്ഥമായിട്ട് ഈ ഇടവകയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടായിട്ടുള്ള നമ്മുടെ കാരണവന്മാര്, അവരെ നമ്മൾ ഈ അവസരത്തിൽ പ്രത്യേകം നന്ദിയോടെ സ്മരിക്കേണ്ടതായ അവസരമാണ് ഈ ജൂബിലി സമയത്ത്. കാരണം അവരുടേതായിട്ടുള്ള ആത്മാർത്ഥതയാണ് ഇതിനെ ഈ വ്യവസ്ഥയ്ക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാ തരത്തിലും അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടുള്ള ഒരു ഇടവക. നാം ഇപ്പോൾ ജൂബിലി ഘോഷിക്കുമ്പോൾ ഈ ജൂബിലി എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്റ്റെയർ കേസ്, അതിന്റെ ഇടയ്ക്ക് വരുന്നതായിട്ടുള്ള സ്റ്റാൻഡിങ് അതായത് കടന്നു കയറി വരുമ്പോൾ വിശ്രമിക്കാനായിട്ട് നിൽക്കുന്നതിന് സ്റ്റാൻഡിങ്. അവിടെ നോക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ കയറി വന്നതായ നഗരക്കാൻ കിടക്കുകയാണ്. അപ്പോൾ നഗരം കയറി പോന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് പോരായ്മകളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മുമ്പോട്ട് നോക്കുമ്പോൾ വീണ്ടും സ്റ്റെപ്പുകൾ കിടക്കുകയാണ്. ഇനി സ്റ്റെപ്പുകൾ നടന്ന് കയറണം. അപ്പോൾ ഇനി വീട്ടുകൾ കൂടാതെ പോകാനായിട്ടുള്ള ഒരു അവസരം കൂടി
കൂടിയാണ്. ഇപ്പോൾ ജൂബിലിക്ക് നമ്മൾ കാണാൻ സാധിക്കുകയാണ്. മുമ്പോട്ട് കുറവൊന്നും കൂടാതെ മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാരണം എല്ലാ തരത്തിലും സന്തോഷപൂർവ്വം ഈ ഇടവകയോട് ബന്ധപ്പെട്ടു പോകാൻ സാധിക്കട്ടെ. അതിനെ ഇതിന്റെ സമ്മേളനം സഹായിക്കുന്ന പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. വികാരം പറഞ്ഞ് ചെറിയ 2 വാക്ക് വരാമെന്ന് നിർത്തുകയാണ്. എല്ലാ തരത്തിലും ഈ ഇടവകയ്ക്കും പ്രസാദമെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ശതാബ്ദി ജൂബിലി കമ്മിറ്റി ജോയിന്റ് കൺവീനർ ശ്രീ ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് നിങ്ങൾ ചെയ്തിട്ടുള്ള ത്യാഗോജ്വലങ്ങളായ സേവനത്തിന്റെ അധ്യക്ഷൻ ആശംസ പറയുന്ന ജിയോ സിസ്റ്റർ, പ്രിയ സ്നേഹിതരെ, ഉത്തമനായി മിശിഹ തിരുവുള്ളം ഉണ്മയെ പരിമിതമായ വാഹന സൗകര്യങ്ങൾ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് പോലും നമ്മെ തേടി നമ്മുടെ വികാരിച്ചന്മാർ നമ്മുടെ ഭവനങ്ങളിൽ എത്തിയിരുന്നു എന്നത് ഇവിടെയുള്ള മുതിർന്ന ആളുകൾ 700 പേരും ഉന്നത്ര ഇടവകയ്ക്ക് CSVM, Sister Judy SVM, Sister Jamie SVM, Sister Lucy SVM, Sister Suma SVM, Sister Leda SVM, Sister Flowery, Sister Benita SVM, Sister Alexin Elsina SVM, Anila SVM, Sister Aini SVM, Sister Little Teres SVM, ബഹുമാനപ്പെട്ട പൊങ്ങാലി ജെയിംസ് അച്ഛൻ, ബഹുമാനപ്പെട്ട ഇടവകയിൽ നിന്നുള്ള കരിമ്പുകാരെ തോമസ് അച്ഛൻ, ബിജു അച്ഛൻ, ബഹുമാനപ്പെട്ട അമേരിക്കൽ ഗ്രേസ് അച്ഛൻ, ബഹുമാനപ്പെട്ട കുഴച്ചൻ, ഇവിടുത്തെ സമർപ്പിതം മാത്രം അവിടെ ഇരിക്കുക, ബാക്കിയുള്ളവർ